അധ്യക്ഷൻ ശ്രീ അബ്ദുറസാഖ് സാഹിബ്, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ ഷരീഫ്, മജീദ്, മറ്റ് പ്രവാസി സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന ഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും നമ്മുടെ നാടിൻ്റെ പൊതു പ്രവർത്തനങ്ങളിലും ദീനി പ്രവർത്തനങ്ങളിലും ഒക്കെ ഏറെ നാടിനെ സഹായിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്നതുകൊണ്ടാണ്. കഴിഞ്ഞ തവണ എനിക്ക് നിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് നിങ്ങളോടുള്ള പ്രത്യേകമായ വിരോധമൊന്നുമല്ല. അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ ഭാഗത്തേക്ക് തിരിയാതെ തന്നെ ഇവിടുത്തെ പ്രവാസി സുഹൃത്തുക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഒരു സൗഹൃദ ഭാഷയിൽ നമ്മുടെ കുട്ടികൾ എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത് സന്തോഷിക്കാനുള്ളൊരവസരം. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന അവരെ പറ്റി എനിക്കറിയാം. അവിടെ കഷ്ടപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചും അവിടെ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുമൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉംറക്ക് വേണ്ടി പോയിരുന്നു. ആ പോയ സന്ദർഭത്തിൽ അവിടെ കണ്ട നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ കുട്ടികൾ, അവർ കിടന്നുറങ്ങുന്ന രൂപവും അവർ ജീവിക്കുന്ന രീതിയും അവരുടെ അധ്വാനവും ഒക്കെ നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചു. ഇവിടെ വരുമ്പോൾ വളരെ അന്തസ്സായ വസ്ത്രം ധരിച്ച്, സൂട്ട് ധരിച്ച് ഇവിടെ വരുന്ന അവരുടെ പിന്നിൽ ഒരു കഷ്ടപ്പാടിൻ്റെ ചരിത്രമുണ്ട്, ഒരു കഷ്ടപ്പാടിൻ്റെ പശ്ചാത്തലം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പൊതുപരിപാടികൾക്കും പൊതു കാര്യങ്ങൾക്കും ഇവിടെ വരുമ്പോൾ അവരെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയ ആളുകളോട് വളരെ കൂടുതലൊന്നും സഹായം അഭ്യർത്ഥിക്കുവാൻ സാധിക്കുകയാണ്. എന്നാലും ചില പൊതുപരിപാടികളെ സംബന്ധിച്ചിടത്തോളം, ചില പൊതുപ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നിർബന്ധത്തോടു കൂടിയിട്ടുള്ള ചില സംഭാവനകൾ ചോദിക്കാറുണ്ട്. അതൊരു നിർബന്ധിത അവസ്ഥയിലാണ്. അത് സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ തരുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമായ പരിപാടിക്ക് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്നതുകൊണ്ട് ചോദിക്കുന്ന കാര്യങ്ങൾ അവരെ തട്ടാതെ നിഷേധിക്കാതെ അതിനോട് സഹകരിക്കാറുണ്ട്. അത് ഇവിടെയായിരുന്നാലും വിദേശത്തായിരുന്നാലും, വിദേശത്ത് ചിലപ്പം കത്തുകളിൽ കൂടിയോ ഫോണിൽ കൂടിയോ ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഞാൻ അവരോട് അഭ്യർത്ഥിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ മഹല്ല് പ്രവർത്തകന്മാരും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇതിനിടെ ഷെരീഫ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പള്ളിക്കൊന്നും അങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾ പള്ളി ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വിവാഹപ്രായമെത്തിയ കുട്ടികളെ കെട്ടിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഞങ്ങൾ മുൻ ആദ്യത്തെ പരിഗണന എന്നോട് പറയട്ടെ. ഇത് വളരെ ശരിയാണ്. പള്ളികളിൽ നിന്ന് വളരെ കൂടുതലാണ്. പള്ളികളിൽ നിന്ന് മുളത്തിന് പള്ളികളാണ്, അലങ്കാരത്തിൻ്റെ രൂപത്തിലുള്ള പള്ളികൾ. അതിന് ഞങ്ങൾ സംഭാവന കൊടുക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഷെരീഫ് നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്, വളരെ അടിവരയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളെ പല വീടുകളിലും നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ, അവരെ കെട്ടിച്ചയക്കാനും അവർക്ക് ഭർത്താക്കന്മാരെ കണ്ടുപിടിക്കുവാനും, ഭർത്താക്കന്മാർക്ക് അവരെ കണ്ടുപിടിച്ചാൽ തന്നെ അവർക്ക് ആവശ്യമുള്ള സ്വത്തുകളും മറ്റും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുവാനും ഒക്കെ കഴിയാത്ത ഒരുപാട് രക്ഷിതാക്കൾ സങ്കടത്തോടുകൂടി ദുഃഖത്തോടുകൂടി അവർ കഴിയുകയാണ് എന്ന് നമുക്കറിയാം.
ഒരു പെൺകുട്ടി വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന്റെ വേദന വളരെ കൂടുതലാണ്. ആ മനസ്സിന്റെ വേദന നമുക്ക് ചിലർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു രക്ഷിതാവിന് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ മനസ്സിലാക്കുന്ന ആ ഒരു പ്രത്യേക ഗൗരവം കണക്കിലെടുത്തിട്ടാണ് നമ്മളൊക്കെ പലരും പ്രവാസ ജീവിതം നയിക്കുന്ന നിങ്ങളും. അതുപോലെ തന്നെ സമൂഹത്തിലെ അഭ്യുദയകാംക്ഷികളായ, സമൂഹത്തിലെ ഉദാരമുഖികളായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള സഹായത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. പ്രത്യേകമായി ഞാൻ പറയുന്നത് കരുവമ്പൊയിൽ ഹൈസ്കൂൾ അനുവദിച്ചപ്പോൾ അത് സന്തോഷകരമായിട്ടുള്ള